This program is sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. ഇനി അടുത്ത സെഗ്മെന്റ് ടെക്നോളജി ആൻഡ് മോഡേൺ ഗ്രോത്തിനെ കുറിച്ചാണ്. ഓക്കെ, AI ടൂൾസ് ഉപയോഗിച്ച് ബിസിനസ് പ്രോഫിറ്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യും? ഈ സത്യം പറഞ്ഞാൽ AI ഇപ്പോഴും ഒരു സ്റ്റഡി ഫേസിലാണ്. എയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ്, പക്ഷെ ബോധമില്ല. അത് നമ്മൾ പല സോഷ്യൽ മീഡിയ ഇതിലും AI ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിയാലിറ്റി, നമ്മൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കാറില്ലാതെ വാഷ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു റീൽ ഞാൻ റീസെൻ്റ്ലി കണ്ടിരുന്നു. ഞാൻ പക്ഷേ ചെക്ക് ചെയ്തിട്ടില്ല. ഈ AIൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് വലിയ എക്സാമ്പിൾസ് ഒന്നും അറിയില്ല, കാരണം ഞാൻ നമ്മുടെ ഇൻഡസ്ട്രി വേറെയാണ്. ബട്ട് AIൻ്റെ യൂട്ടിലൈസേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഓഫീസിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ഗൗതം ഒരു സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. AIയിൽ ജെമിനി യൂസ് ചെയ്തിട്ട് ഒരു ഇത് ചെയ്തതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തത് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് സ്ക്രിപ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ ആ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോയുടെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ എഡിറ്റോറിയൽ ടീമിലുള്ള ഒരാൾക്ക് കൊടുക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, നമുക്ക് ജെമിനിയിൽ ഇട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അപ്പോൾ ആ വീഡിയോയുടെ വോയിസ് കേട്ടിട്ട് ജെമിനിയിൽ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് തരുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് കേട്ടിട്ട് വേറെ രീതിയിലായിരിക്കും, പിന്നെ നമ്മൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പോലെ അവിടെ ഇവിടെ ഒക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പക്ക വോയിസ് ഓവറിൽ എന്ത് പറയുന്നോ അത് അങ്ങനെ തന്നെ സ്ക്രിപ്റ്റാക്കി തന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിച്ചത്, ഒരു എഡിറ്റോറിയൽ ആൾ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് റൈറ്ററുടെ പണി അവിടെ പോയി ശരിക്കും. അപ്പോൾ AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ വലിയ രീതിയിലോട്ട് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സെഗ്മെൻറ്റിൽ ഇപ്പം ഞാൻ ചിന്തിച്ചതാണ്. ഇപ്പോൾ എലോൺ മാസ്ക് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ചൊവ്വയിൽ എങ്ങനെ ഇതിനകത്ത് AIൻ്റെ ഒരു ചിപ്പ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെ ഇത് ചെയ്യുക, അവിടെ ഒരു വീട് ഉണ്ടാക്കി അവിടെ ഒരു കോളനി എങ്ങനെ ഉണ്ടാക്കാം, ഒരു റെസിഡൻഷ്യൽ കോളനി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ് ആൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ചിന്താഗതി അനുസരിച്ച് AIനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ AI ടൂൾസ് തീർച്ചയായിട്ടും AI ടൂൾസ് ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആണ്. ചാറ്റ് ബോട്ട് അതിൻ്റെ എക്സാമ്പിളാണ്, ഓട്ടോമേറ്റഡ് ആണ്, ആയി കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ AIനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റലി ആണ്, കാരണം ഇൻ്റർ കണക്റ്റഡ് ആണല്ലോ. ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങും UGC മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പെയ്ഡ് ആഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏത് ബിസിനസ് തുടങ്ങിയ ആളുകൾക്കാണെങ്കിലും സോഷ്യൽ മീഡിയ നിർബന്ധമായാണ്. കേരളത്തിൽ നല്ല എവിടെ ബിസിനസ് തുടങ്ങിയാലും അവർക്കൊരു സോഷ്യൽ മീഡിയ പേജ് വേണം, അതിൽ ആക്റ്റീവ് ആവണം. നമ്മളെന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, നമ്മുടെ സർവീസ് എന്താണ്, അതിൽ നിന്ന് അങ്ങനെ ആളുകൾക്ക് ഉപയോഗം കിട്ടുന്നു എന്ന് വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് പെയ്ഡ് ആഡാണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ള ജെൻസിക്ക് അത് ഇഷ്ടമല്ല. മീൻസ് അവർ ഒരാട് കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യും. അതേസമയം UGC മാർക്കറ്റിംഗ് വരുമ്പോൾ യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ്, അതിൽ നമ്മൾ റിവ്യൂസ്, ആക്ച്വൽ റീൽസ്, ഒരു സ്റ്റാർട്ടപ്പ് ജേണി, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വിശ്വാസത്തിലേക്ക് എടുക്കുന്നുണ്ട്, സെയിൽസ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ന്യൂ ജെൻസീസിൻ്റെ ഒരു വിശ്വാസം എടുക്കാൻ തീർച്ചയായിട്ടും യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റുകളാണ്. റിവ്യൂ ഇസ് അനദർ ടൈപ്പ് ഓഫ്. ഇപ്പോൾ ടെസ്റ്റിമോണിയൽസ് കണ്ട ഒരാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് മോർ ദാൻ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ പെയ്ഡ് ആഡിനേക്കാളും. അടുത്ത സെഗ്മെൻറ്റ് എൻട്രപ്രണർ മൈൻഡ് സെറ്റും റിസ്കിനെ കുറിച്ചാണ്. ദുബായിൽ ബിസിനസ് തുടങ്ങാൻ ഒരാൾക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം മിനിമം? അപ്പോൾ എൻട്രപ്രണർ മൈൻഡ് സെറ്റിൽ ഇപ്പോൾ ദുബായ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 6 or 7 months. ബട്ട് ക്യാപിറ്റൽ നമുക്ക് പറയുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ദുബായിൽ നമ്മൾ ഇപ്പോൾ പുതിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ഡിജിറ്റൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ അത്തരം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ 3 lakhs ബിലോ 3 lakhs മതി. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ പോലെ ചില ഈസിനെസ് അല്ല, അവിടെ ലോ കറക്റ്റാണ്. ഇപ്പം കഫറ്റേരിയ തുടങ്ങുന്നത് അതിൻ്റേതായ കൃത്യമായിട്ടുള്ള ലൈസൻസുകൾ വേണം. ഇപ്പോൾ ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, വിസ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. ബട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അറൗണ്ട് 3 lakhs കൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. ഓക്കെ, ദുബായിലെ ടാക്സ് സ്ട്രക്ചറും ഇന്ത്യൻ ടാക്സ് സ്ട്രക്ചറും തമ്മിലുള്ളത്? ദുബായിൽ നമ്മൾ ടോട്ടൽ സെയിലിൻ്റെ ടോട്ടൽ സെയിൽസ് മീൻസ് ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഐ തിങ്ക് 3 lakhs സംതിങ് ദിർഹം, ഇതിന് മേളിലാണ് നമുക്ക് ടാക്സ് തുടങ്ങുന്നുള്ളൂ. വാറ്റ് 5% ആണ്.
അത് ഇന്ത്യയിലാകുമ്പോൾ 5 to 18, 5, 12, 18 and 24 സംതിങ് അല്ലേ പെർസെൻറ്റേജ് വരും. അപ്പോൾ ഇതിൽ ടാക്സ് എന്ന് GST ആണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസോ കൊടുക്കുമ്പോൾ എൻ്റെ യൂസറുടെ കയ്യിൽ നിന്ന് അതിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് ചേർത്തിടുന്ന എമൗണ്ട് കളക്ട് ചെയ്ത് ഗവൺമെൻറ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ടാക്സിനെ നമുക്ക് ആ ഒരു രീതിയിലോട്ട് ഒരു വൈഡായിട്ട് വിലയിരുത്താൻ പറ്റിയല്ല. കാരണം ഈ അവിടുത്തെ കോസ്റ്റ് വളരെ വലിയ കോസ്റ്റാണ്, ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കോസ്റ്റാണ് ഉള്ളത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈവൻ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ. അപ്പോൾ ഈ ടാക്സ് അഡ്വാൻറ്റേജ് നോക്കിയിട്ട് നമ്മൾ കൺട്രി ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. പലരും ഇപ്പോൾ പുതിയ ട്രെൻഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് ഒരു ഹൈബ്രിഡ് മോഡൽ. ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ബില്ല് ചെയ്യുന്നത് ദുബായ് ബില്ല് ചെയ്യും. എക്സാമ്പിൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സാമ്പിളാണ്. ഡിജിറ്റൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്, കോണ്ടൻറ് ക്രിയേഷൻ, വീഡിയോ എഡിഷൻ, പ്രൊഡക്ഷനൊക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്നു. എഡിറ്റിംഗ് വർക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. ബില്ല് ചെയ്യുമ്പോൾ അവിടുത്തെ ബില്ല് ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലൗഡിലാണ് അവർ സെർവറിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ബട്ട് വർക്കെല്ലാം ഇവിടുത്തെ ഇതാണ് നടത്തുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു എംപ്ലോയിയുടെ കോസ്റ്റ് കൊടുക്കുകയും അവിടെ ബില്ല് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ബില്ല് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ 5% ആണ് ഈടാക്കേണ്ടതുള്ളൂ ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു ഹൈബ്രിഡ് മോഡൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പുതിയ കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഒരു കോവിഡിന് ശേഷം ആ ഒരു ട്രെൻഡ് വളരെ കൂടുതൽ. അത് ഈസി ആയിട്ട് ആ ഒരു ടൈമിലൂടെ അത് ഈസിയാണെന്ന് തെളിയിച്ചു. ഒരു ഓൺട്രപ്രണറിന് റിസ്ക് ടേക്കിംഗ് ലിമിറ്റേഷൻ എത്ര വരെയാകും? ഓരോ വെഞ്ചറിൻ്റെയും പർട്ടിക്കുലർ ഇപ്പോൾ മൊത്തം എടുത്താൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ നെറ്റ് വർത്തിൻ്റെ 40% മേലാകാൻ പാടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അത്ര എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി അസറ്റ് കിഴിച്ചു വരുന്നുള്ള നെറ്റ് വർത്ത് അതിൻ്റെ 40% എടുക്കാൻ പാടുള്ളൂ. ഒരു ലീഡർഷിപ്പ് റോളിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? ലീഡർഷിപ്പ് റോളിൽ വരുന്ന മിസ്റ്റേക്കുകൾ, ഒന്നാമത്തെ മിസ്റ്റേക്ക് നമ്മളിതെല്ലാം വിജയിച്ചു, ബിസിനസ് എല്ലാം സക്സസ് ആയി എന്ന്, ബിസിനസ്സിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്, ബിസിനസ് എല്ലാം സക്സസ് ആയി എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ്സിൽ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്സും ഇല്ല, അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് എന്നതൊരു മിസ്റ്റേക്കായി മാറും. കാരണം കോമ്പറ്റീറ്റർ ഓരോ ദിവസം വരുവാണ്. പ്രൊഡക്റ്റിൽ കോമ്പറ്റീഷൻ വരുന്നു, സർവീസിൽ കോമ്പറ്റീഷൻ വരുന്നു. നമ്മുടെ ഡയറക്റ്റ് ബോർഡ് എപ്പോഴും നമ്മളടുത്ത് ചോദിക്കും, അതിൻ്റെ മാർജിൻസ് ചോദിക്കും, പ്രോഫിറ്റ് ചോദിക്കും, നമ്പേഴ്സ് ചോദിക്കും. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഞാൻ ഇതെല്ലാം നേടി വിജയിച്ചു എന്ന് വരുന്നതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. 2, മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ്. നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടക്കുന്നു, എവിടെ ചെയ്യുന്നു, എപ്പോൾ എന്ത് ഓപ്പറേഷൻ, ഡെയിലി മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേഷൻസിൽ ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല. ഈ 2 മിസ്റ്റേക്സുകളാണ് കോമൺലി വരുത്തുന്നത് കണ്ടിട്ടുള്ളത്. ബാക്കി മിസ്റ്റേക്സൊക്കെ നമുക്ക് എന്താ പറയുക, സോൾവ് ചെയ്യാവുന്ന മിസ്റ്റേക്കാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഗാലറിക്ക് വേണ്ടി കളിക്കരുതെന്ന് പറയും വേണമെങ്കിൽ. ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കാണുന്ന സൊസൈറ്റി, മേ ബി സോഷ്യൽ മീഡിയ ആവാം, നമ്മളെ എംപ്ലോയീസ് ആവാം, ആരും ആവാം, 6 അടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൈ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 6 അടിക്കാൻ വേണ്ടി ബാറ്റ് ചെയ്യും. എന്താണ്, ആരവങ്ങളും കൈയടിയും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ വരുന്നത് യോർക്കറായിരിക്കും, നമ്മുടെ സ്റ്റമ്പ് പോവും. അപ്പം ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം. ഞാൻ ബിസിനസ് ആയതുകൊണ്ട് അത് കണക്ട് ചെയ്ത് പറയുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ ഡിസിഷനായിരിക്കും എടുക്കുന്നത്, ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗാലറിക്ക് വേണ്ടി കളിക്കാതിരിക്കുക എന്നുള്ളതാണ് ബിസിനസ്സിലെ വേറൊരു ഇതെന്ന് പറയുന്നത്. ഒരു മിസ്റ്റേക്സാണ് അത്. ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളൊരു ഈഗോ ഒക്കെ നമുക്ക് തലക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെ വരും. ഒരു ബിസിനസ് സക്സസ് ആകുന്നതിൽ ഡേറ്റ അനലൈസിസിനുള്ള പ്രാധാന്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിൽ തന്നെ ഡാറ്റേനെ ഓരോ പോയിന്റിലും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏവിയേഷൻ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ആപ്പുകൾ, നമ്മുടെ മൊത്തം ഫുള്ള് ഡാറ്റ പരിപാടിയാണ് നടക്കുന്നത്. ഒരു രക്ഷയില്ല. മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ യൂസർ ജേണി റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഏത് പർച്ചേസിനാണ് പോയിട്ടിരിക്കുന്നത്, ഏത് ഫീച്ചേഴ്സ് വന്നപ്പോഴാണ് നമ്മുടെ പിന്നെ സെർച്ച് സ്റ്റോപ്പ് ചെയ്തുൾപ്പെടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മെറ്റയിലും ഗൂഗിളും ഒരേ സമയത്ത് ആഡ് റൺ ചെയ്യുന്നു. 1000 രൂപ വെച്ച് ആഡ് ചെയ്യുന്നു. ഒരെണ്ണത്തിൽ 100 ലീഡ് കിട്ടുന്നു, ഒരെണ്ണത്തിൽ 110 ലീഡ് കിട്ടുന്നു. മെറ്റയിൽ നിന്ന് 5 കൺവേർഷൻ നടക്കുന്നു. 110 ലീഡ് കിട്ടിയതിൽ നിന്ന് 6 കൺവേർഷൻ നടക്കുന്നു. ഓക്കെ,
ഒരെണ്ണത്തിൽ 5 ലീഡ് കൂടുതലുണ്ട്, ഒരെണ്ണത്തിൽ 1 കൺവേർഷൻ കൂടുതലുണ്ട് ഗൂഗിളിൽ. ബട്ട് 5 ലീഡ് എടുക്കാനുള്ള നമുക്ക് ആ ലീഡ് ക്ലോസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ചിലപ്പം ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല, അഡീഷണൽ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ട് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ മൈക്രോ ലെവലിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ഡാറ്റ ആണ് ബിസിനസ്, ഫ്യൂച്ചറിലും ഡാറ്റയാണ് ബിസിനസ്. ഡാറ്റയെ വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് ഡാറ്റ സയൻസ് വെച്ചിട്ടാണ്, AI വെച്ചിട്ടാണ്, സെമി കണ്ടക്ടർ ചിപ്പ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ട് ബിസിനസ് മൊത്തം റൺ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള സപ്പോർട്ടുകൾ? സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല, MSME സെക്ടറിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒത്തിരിയും ഫണ്ടിങ്ങും ഉണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കുണ്ട്, മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള ഫണ്ടിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബിസിനസ് മന്ത്രയിൽ, നമ്മുടെ മൈഫിൻ ടിവിയുടെ ബിസിനസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാമിൽ, മൊബൈൽ ആപ്പിൽ ബിസിനസ് മന്ത്ര സെക്ഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 45ഓളം എപ്പിസോഡ്സ് ഉണ്ട് ബിസിനസ്സെ സംബന്ധിച്ച്. അതിൽ സ്റ്റാർട്ടപ്പുകളുടെ ഫണ്ട്, MSME ഫണ്ട് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ നിന്ന് കിട്ടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വാക്കിൽ പറയാനില്ല, അത്രയും ഫെസിലിറ്റീസ് ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നത്, സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും. സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് വളരെയധികം സ്കീംസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് മുദ്രാ ലോൺ. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉൾപ്പെടെയുള്ള, അതായത് 5 ലക്ഷം രൂപ വരെ മിഷനറി വാങ്ങാൻ ഈടില്ലാതെ ലോൺ കൊടുക്കുന്നു, 10 ലക്ഷം രൂപ വരെ മിഷനറി പ്ലസ് ക്യാപിറ്റൽ ലോൺ കൊടുക്കുന്നു. അങ്ങനെ പല പല ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ വാച്ച് ചെയ്യുക, മൈഫിൻ ടിവിയുടെ മൊബൈൽ ആപ്പിൽ ബിസിനസ് മന്ത്ര എന്ന് പറഞ്ഞ ഷോയിലുള്ള പ്രോഗ്രാംസിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളുമാണ് പറയുന്നത്. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.